സ്ട്രെസ് എന്നുള്ള കൺസെപ്റ്റ് പറയാം. ഓക്കെ, സ്ട്രെസ് എന്ന് പറയുന്ന ടേമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഡിഫോം ചെയ്യാൻ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് മെറ്റീരിയലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, അതാണ് ആ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കാനായിരിക്കും ശ്രമിക്കാം. എപ്പോഴെങ്കിലും അതിൻ്റെ ഷേപ്പോ ഡയമെൻഷനോ മാറ്റാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണൽ ലോഡ് വരുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ലോഡ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ റഫായിട്ടൊരു ഫിഗർ വയ്ക്കുക, ഒരു ഒബ്ജക്റ്റ് എടുത്തു, അതിലേക്ക് ഞാനൊരു ഫോഴ്സ് എഫ് കൊടുത്തു. അപ്പോൾ നോക്കി, ഈ ഒരു ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാം. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അത് ഡിസ്പ്ലേസ് ചെയ്ത് പോത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ ഫോഴ്സ് എല്ലാം ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലായിരിക്കും ഇതിനകത്ത് ലോഡിങ് കണ്ടീഷനില്ല. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുന്ന സിറ്റുവേഷൻ. നോക്കി, ഈ ഫോഴ്സ് എഫ് ഉണ്ട്, അനീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ഫോഴ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സുകളുടെ എഫക്റ്റ് എന്താ? ഡെഫിനറ്റ്ലി നമുക്കറിയാം. നമ്മൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ 2 വിരലിനിടയ്ക്ക് ഒരു ഡിഫോം ചെയ്യുന്ന ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്യുകയാണ്, എന്ത് പറ്റും? അത് ഡിഫോം ചെയ്ത് പോകും അല്ലേ. ഇനി അതിന് ആ ഡിഫോമേഷന് മുമ്പുള്ള ഒരു കഥയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഡിസ്കസ് ചെയ്യാം. ഡിഫോം ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിക്കുന്ന പ്രൊഡക്ഷനിലും മാനുഫാക്ചറിലും പഠിക്കുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ഡിഫോം ചെയ്ത് മറ്റൊരു ഷേപ്പാക്കി റോ മെറ്റീരിയലിനെ, അതല്ല നമ്മളിവിടെ പഠിക്കുന്നത്. പകരം എന്തുമാത്രം റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും, ഡിഫോം ചെയ്യുന്നതിന് മുമ്പ് എത്രമാത്രം റെസിസ്റ്റൻസ് അത് ആ ഒരു മെറ്റീരിയൽ കാണിക്കാൻ പറ്റും, അതാണ് ഇവിടെ പഠിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഓബ്ജക്റ്റ് ഡിഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിന് എഗെയിൻസ്റ്റ്, അതായത് എഫ് ഫോഴ്സ് വന്നു, ഷേപ്പ് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല അല്ലേ. നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അപ്പോഴേ ഷേപ്പ് ഡിഫോമേഷൻ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം ഈ വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിഫോമിങ് ഫോഴ്സിനെ നമ്മുടെ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ, ഓക്കെ, ഈ പാർട്ട് ഞാനൊരു അപ്പർ പാർട്ട് എടുത്തു, ഇവിടെ എഫ് ഫോഴ്സ് ഉണ്ട്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടുത്തെ മെറ്റീരിയൽ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്ത് കളയണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ചെറിയ ഏരിയ എടുത്ത് ഒരു യൂണിറ്റ് ഏരിയ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെസ്. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് ഡെവലപ്പ് പെർ യൂണിറ്റ് ഏരിയ എഗെയിൻസ്റ്റ് ഡിഫോമിങ് ഫോഴ്സ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ സ്ട്രെസ്സിന് നമ്മൾ ഡെഫിനിഷൻ ഇങ്ങനെ എഴുതാം. സ്ട്രെസ് is the resistance force developed per unit area against deforming force. ഇനി അതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ഡൊട്ടേഷൻ ചെയ്താണ് സ്ട്രെസ്സിൻ്റെ. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്താണ്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എക്സ്റ്റേണലായിട്ട് എഫ് ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ എഫ് ഫോഴ്സ് തന്നെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് വൈസ് ഫോഴ്സ് എഫ് തന്നെ എടുക്കാം. എക്സ്റ്റേണൽ ഡിഫോമിംഗ് ഫോഴ്സ് എന്താണോ അത് തന്നെ എടുക്കാം, ഡിവൈഡ് ബൈ ഏരിയ. ക്ലിയർ? അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഏത് പർട്ടിക്കുലർ സെഷനിലൂടെയാണ് ഈ ഫോഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുക, ആ ഏരിയ നമ്മൾ എടുക്കാം. അപ്പോൾ അതാണ് എൻ്റെ ഡെഫിനിഷൻ വൈസ് നോക്കുവാണെങ്കിൽ. ഇനി എൻ്റെ യൂണിറ്റും കൂടെ നോക്കാം. ഓക്കെ, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഓക്കെ, ഏരിയയുടെ യൂണിറ്റ് എന്താ വരിക? എസ് ഐ യൂണിറ്റിൽ മീറ്റർ സ്ക്വയർ പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ സിഗ്മ, സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോംപ്ലിക്കേറ്റ് ജോമെട്രിയല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ഒരു ബാർ എടുക്കുക, റെക്റ്റാങ്കിൾ ബാർ എടുക്കാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ ബാർ എടുക്കുകയാണെങ്കിൽ 3 ഡയമെൻഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ, ഇങ്ങനെ ഇരിക്കുക ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഒരു ഫോഴ്സ് വരികയാണ്. ഇങ്ങനെ ഫോഴ്സ്, ഇവിടെയും ഫോഴ്സ് വേണം. ഡെഫിനറ്റ്ലി ഇക്വിലിബ്രിയം ആവാൻ വേണ്ടിയല്ല ഒറ്റ ഫോഴ്സ് മാത്രം കൊടുക്കാൻ പറ്റും? ഇല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ വാട്ട് ഈസ് എ സ്ട്രെസ് ആക്ട്? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ ഡിഫോമിംഗ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? റെസിസ്റ്റൻസ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ് എഫ് ഫോഴ്സാണ് അപ്ലൈ ചെയ്ത് ഡിവൈഡ് ബൈ ഏരിയ. ഏത് ഏരിയ? ഈ ഏരിയ ക്രോസ് സെക്ഷൻ. ഇത്രയേ ഉള്ളൂ സ്ട്രെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സിമ്പിളായിട്ട് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് പഠിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം.